കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടി. കഞ്ചാവ് തൂക്കി വിൽക്കുന്നതിനുള്ള ത്രാസും ചെറിയ പ്ലാസ്റ്റിക് കവറുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. പൊതിച്ചോറിന്റെ രാഷ്ട്രീയം മാത്രമല്ല, പൊതിക്കഞ്ചാവിന്റെ രാഷ്ട്രീയവും ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ്. SFIയുടെ യൂണിയൻ ഭാരവാഹി കൂടിയായ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഗുളു ഗുളു SFI, പൊതി പൊതി SFI, കഞ്ച കഞ്ച SFI ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു മുദ്രാവാക്യമാണ്. കുടിക്കാൻ പാടില്ലെന്ന് ഉറപ്പല്ലേ? ഭരണഘടനാപരമായിട്ട് തന്നെ പറയുന്നത് മദ്യപിക്കാൻ പാടില്ല. ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അപ്പോൾ പുറത്താക്കും. ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞതേ മദ്യപിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന്. അല്ല മാഷേ, കഞ്ചാവ് വലിക്കാവൂ? ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി. വിദ്യാർത്ഥികളുടെ താമസ സ്ഥലത്തു നിന്നും പോലീസ് സംഘം പിടികൂടിയത് 2 കിലോ കഞ്ചാവാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. MV ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ മദ്യപിച്ചാലാണ് പ്രശ്നം, കഞ്ചാവ് അതൊരു പ്രശ്നമല്ല. ഈ 3ാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാന്ന് വിചാരിച്ചാൽ ഈ 3ാമത്തെ വർഷമാണ് ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങി, സപ്ലികളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത്. പിടിയിലായ അഭിരാജ് SFI യൂണിയൻ ഭാരവാഹിയാണ്. നല്ല നേതാവ്, ഇങ്ങനെ തന്നെ മാതൃക കാണിക്കണം. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. SFI കിടാവിനെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പോലീസുകാരന്റെ അവസ്ഥ എന്താകോ എന്തോ? ട്രാൻസ്ഫർ ആയിരിക്കോ അതോ ജോലി തന്നെ പോകുമോ? കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. പോലീസുകാർ അറിഞ്ഞു കാണൂല ഇത് വലിയ പുള്ളികളാണെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും പാവങ്ങൾ ഈ ഷീറ്റ് വഴിയൊക്കെ വലിഞ്ഞു കയറി കൃത്യമായ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി 3 പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് തുടങ്ങിയ റെയ്ഡാണ് 7 മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധന. മിന്നലായതുകൊണ്ട് തന്നെയായിരിക്കും ഈ ചേട്ടന്മാര് കുടുങ്ങിയത്. എന്തായാലും മുറിയിൽ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് എടുത്ത് മാറ്റാൻ സമയം കിട്ടിയില്ല. കയ്യോടെ 2 പേര് താമസിക്കുന്ന ഒരു മുറിയിൽ നിന്ന് ഏതാണ്ട് 9 ഗ്രാം കഞ്ചാവ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള 2 ചെറുപ്പക്കാർ, അഭിരാജും ആദിത്യനും 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ട അളവിലുള്ള സാധനം കിട്ടിയില്ല, അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു. മറ്റേയാൾ, അതായത് ഈ ആകാശിന്റെ മുറിയിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. 2 കിലോ തികഞ്ഞിട്ടില്ല, ഏതാനും ഗ്രാം കുറവ്. എന്തായാലും പുള്ളിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, റിമാൻഡിലായിട്ടുണ്ട്. ഇതിന്റെ ബാക്കി എങ്ങാനും ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്തോ? ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പഠനത്തിൽ പുറകോട്ടുന്നുണ്ടായാലും ആ കുറവുകളൊക്കെ കുറെ സപ്ലികളും ഉണ്ട്. ഞാൻ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്നവനാണ് വിദ്യാർത്ഥി. ഇവനെയൊക്കെ എങ്ങനെ വിദ്യാർത്ഥി എന്ന് വിളിക്കും? വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ നാണക്കേട്. അങ്ങനെ ഒരു നിരവധി ആളുകൾ ഉണ്ടാവും. യുവതലമുറ കൃഷിയിലേക്ക് തിരിയണം എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരന്മാര് വിചാരിച്ചു മുറിയിൽ തന്നെ അങ്ങ് നട്ടുനനച്ച് വളർത്തിയേക്കാം കഞ്ചാവേ.